നമസ്കാരം, ഞാൻ ഷാഹിൻ. ഇന്ത്യൻ ക്ലാസിഫൈഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു 70 സെന്റ് ഒരു മെഗാ പ്ലോട്ടാണ്. നമ്മുടെ ഈ വഴിയാണ് ആ ഒരു മെഗാ പ്ലോട്ടിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റുഡിയോ റോഡിലാണ്, വെള്ളയാണി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാണുന്നത് നമുക്ക് നേരെ നമുക്ക് തിരുവനന്തപുരം, നമ്മുടെ തമ്പാനൂര് ആ ഏരിയയിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ടുവേഴ്സ് ഈ വഴി നമുക്ക് പോകാൻ പറ്റുന്നത് നെയ്യാറ്റിൻകര, ബാലരാമപുരം, കന്യാകുമാരി അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന വഴിയാണ്. അപ്പൊ നമ്മുടെ മെഗാ പ്ലോട്ടിലേക്ക് പോകാനുള്ള വഴി നമുക്ക് പരിചയപ്പെടാം. എന്റെ പുറകിൽ കാണുന്ന ഈ വഴി, ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നാൽ നമ്മുടെ വെള്ളയാണിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ള വഴിയായി. പിന്നെ എന്റെ നേർക്ക് കാണുന്ന ഈ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് പാപ്പനംകോട്, മലയൻകീഴ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഈ വഴി പോകാൻ പറ്റും. ഇതുണ്ട് ഈ ബോർഡ്, ഇതാണ് നമ്മുടെ ലാൻഡ് മാർക്ക് കളിയിക്കൽ റോഡ്. ഈ കളിയിക്കൽ റോഡിൽ നിന്ന് വെറും 200 മീറ്റർ അകത്തേക്ക് കയറിയ നമ്മുടെ മെഗാ പ്ലോട്ടായി. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പ്ലോട്ടിൽ പോയി കാണാം. അപ്പൊ നമ്മുടെ 70 സെന്റ് പ്ലോട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നമുക്ക് ടോട്ടൽ 70 സെന്റ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഉള്ളത്. പ്രോപ്പർ പ്ലേസ് നേമത്താണ് ഈ ഒരു 70 സെന്റ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൊ അതില് ഇവര് സെല്ല് ചെയ്ത ഒന്നാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്ന ഈ പ്ലോട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ 70 സെന്റ് നമ്മുടെ നേമത്തുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി. അപ്പൊ ഇവിടെ ഓൾറെഡി 20 സെന്റ് വിൽപ്പന കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും പെട്ടെന്നാണ് വിൽപ്പന കഴിഞ്ഞത്. അത്രയും ഫാസ്റ്റ് സെല്ലിംഗ് ആണ് ഇവിടുത്തെ ഓരോ പ്ലോട്ട്സും. ഇവരിവിടെ ഈ ഒരു 70 സെന്റിൽ ഇനി ബാക്കി 50 സെന്റ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെ 3, 4, 5, 6 നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് പ്ലോട്ട് തിരിച്ച് വിൽപ്പന ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു 50 സെന്റ് ഇപ്പോൾ ഉള്ളത് ഒരുമിച്ച് കൊടുക്കാനും ഇവർ തയ്യാറാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എന്ത് പറയാൻ, ഇപ്പോൾ ഒരു ടർഫ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ അവർക്കൊക്കെ ഇത് ഭയങ്കര സ്യൂട്ടബിൾ ആണ്, ഈ ഒരു 50 സെന്റ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത് ഞാൻ ഇപ്പോൾ നടക്കുന്നത് കണ്ടോ, ഒരു ഇന്റർലോക്ക് ഇട്ട ഇതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു മഞ്ഞ കല്ല് കണ്ടോ. നമ്മൾ സാധാരണ ഓരോ പ്ലോട്ട്സിൽ പോകുമ്പോൾ അത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അവരിങ്ങനെ തിരിച്ച് വെച്ചേക്കും ആ രീതിയിൽ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് 2 തരം കസ്റ്റമേഴ്സിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമുക്ക് ഈ ഒരു എന്താ പറയുക, പ്ലോട്ട് വൈസ് വേണം എന്നുള്ള ഒരു വിഭാഗം ആൾക്കാരും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരുമിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് പ്ലാൻ തുടങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരു വിഭാഗം കസ്റ്റമേഴ്സിനെയും ഇവർ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആർക്കാണോ റിക്വയർമെന്റ്, ആരാണോ വരുന്നത് അവർക്ക് ഒരു കൊടുക്കാൻ റെഡിയാണ്. 50 സെന്റ് ആയിട്ട് ഒരുമിച്ചായാലും ഇല്ലെങ്കിൽ പ്ലോട്ട് തിരിച്ചായാലും. അപ്പോൾ ഈ മഞ്ഞ കല്ലാണ് ഇവർ ഇങ്ങനെ പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതൊരു പൊതു വ്യതിയാനം നടത്തിയ ഒരു ഭൂമിയാണ്. നമുക്കിവിടെ 3 റൂട്ടുകളിൽ നമുക്ക് വന്നു ചേരാൻ പറ്റും. അപ്പോൾ വഴികൾ ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് എന്താ പറയുക, നമുക്ക് നേമം നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ റോഡ്, വെള്ളയാണി സ്റ്റുഡിയോ റോഡിൽ നമുക്ക് വന്നു ചേരാൻ പറ്റും. പിന്നെ നമുക്ക് നേമം പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തുണ്ട്. ഒരുപാട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ലാൻഡ് വാങ്ങിക്കുമ്പോൾ അവിടെ നമുക്കൊരു വീട് വെക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിലോ ഫ്യൂച്ചറിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലോ ചുറ്റും ആക്സസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യന്. അപ്പം ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ശാന്തിവിള ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. പിന്നെ നേമം ഗവൺമെന്റ് സ്കൂളുണ്ട്. അതുപോലെ തന്നെ ഹോമിയോ കോളേജുണ്ട്. പിന്നെ പോത്തീസ് ഇവിടെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്, ഒരു നമ്മുടെ ഷോപ്പിംഗ് മോൾ. പിന്നെ അതുപോലെ തന്നെ നേമം പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ അടുത്ത്. പിന്നെ ബേസിക് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു മിലിറ്ററി ക്യാമ്പ്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം ലൊക്കേഷനാണ്. ട്രിവാൻഡ്രത്ത് ഒരു പ്രൈം ലൊക്കേഷനാണ് നേമം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെള്ളയാണിക്ക് അടുത്ത് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. പുറകിൽ കാണുന്ന ഇത് അവർ തന്നെ സെയിൽ ചെയ്ത വസ്തുക്കളാണ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ നല്ല മനോഹരമായ വീടുകൾ അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സെയിൽ കഴിഞ്ഞ് വീട് വെക്കാൻ പോകുന്നൊരു വസ്തുവാണ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് എൻ്റെ വലത്തോട്ടുള്ള ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഇത്രയും 50 സെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു 10 സെൻറ്റ് ഓൾറെഡി സെയിൽ കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇത്. പിന്നെ ടാറിട്ടൊരു റോഡ് നമുക്ക് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇവർ എന്ത് പറയും, നമ്മൾ ഒരു പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. നമ്മൾ ട്രിവാൻഡ്രം നേമത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം ഈ ഒരു സ്ഥലം ഒരു ഒട്ടും ഉള്ളിലോട്ടല്ല. സ്റ്റുഡിയോ റോഡിൻ്റെ ജസ്റ്റ് ഒരു ലൈൻ, അത് ഞാൻ പരിചയപ്പെടുത്തരാം. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കറക്റ്റ് പരിചയപ്പെടുത്തരാം. ആ ലൈനിൻ്റെ അകത്തുനിന്ന് ഒരു 200 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത്. അപ്പോൾ ഒട്ടും ഉള്ളിലോട്ടുമല്ല, നമുക്ക് നല്ലൊരു കിടിലം ഒരു ലൊക്കേഷനിൽ തന്നെ നമുക്കൊരു ഉഗ്രം വീട് വെക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്കൊരു സ്ഥലം വാങ്ങി ഇടാൻ പറ്റും. അപ്പോൾ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്, അതായത് അവർക്ക് നല്ല വലിയ മുറ്റമൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഒരു വീട് വെക്കണം, നല്ല സ്പേഷ്യസ് ആയ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് ഇതൊരു അടിപൊളി ചോയ്സ് ആയിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളത്. ഇല്ലാത്ത പക്ഷം രണ്ടാമത് ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതുപോലെ 3, 4, 5, 6 സെന്റ് അങ്ങനെ അത്തരം ആ ഒരു റിക്വയർമെന്റ് അവർക്കുണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ ഓണേഴ്സ് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ മൂന്നാമതൊരു വിഭാഗം ആൾക്കാരുണ്ട്.
ബിസിനസ് റിക്വയർമെൻറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടർഫ് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ബിൽഡിങ്ങോ എങ്ങാനും വെക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഒരു സ്യൂട്ടബിൾ ചോയ്സ് തന്നെയായിരിക്കും നേമത്തെ ഈ ഒരു 70 സെൻറ്റിൻ്റെ ഈ ഒരു വലിയ പ്രോപ്പർട്ടി. 70 സെൻറ്റ് അല്ല, 50 സെൻറ്റാണ് ഇനി വിൽപ്പനയ്ക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പോവാണ്. ഇവിടെ 1 സെൻറ്റിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 7 lakhs ആണ്. 7 ലക്ഷം രൂപയാണ് ഇവിടെ 1 സെൻറ്റിന് ചോദിക്കുന്ന റേറ്റ്. തീർത്തും നെഗോഷ്യബിൾ ആണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓണേഴ്സിൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഇൻ്റർമീഡിയറും ഇല്ല, ഡയറക്റ്റ് ഓണേഴ്സിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം, അവരുമായിട്ട് എൻക്വയറി ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് അവരോട് സംസാരിച്ചിട്ട് നിങ്ങൾക്കൊരു സമയം കണ്ടെത്തി നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് ഇത് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് എടുക്കാം.